യേശു കർത്താവ് നാമത്തിലുള്ള ഹൃദയമായ സ്നേഹബന്ധനം അറിയിക്കട്ടെ. പിന്നെ ഒരിക്കലൂടെ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ബാംഗ്ലൂരിന്റെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന് ദൈവവചനം പറയുവാൻ ദൈവം അവസരവും നൽകി. എന്നെ ഇതിനെ ക്ഷണിച്ച പ്രിയപ്പെട്ട സജിയോടുള്ള സ്നേഹം, നന്ദി ഒക്കെ ഞാൻ അറിയിക്കട്ടെ. ഞാൻ സജീവയുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ സജി ദീർഘമായി പറഞ്ഞു. ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്ലാനും അത്രേ. നടന്ന വഴികൾക്കും നടത്തിയ വിധങ്ങൾക്കുമായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രിയപ്പെട്ട സുനുവിന്റെ സാക്ഷ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. സുനുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉച്ചയോടെ എപ്പോഴും സുനുവിന്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ ഫോണിലൂടെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. സുനുവിനെ ദൈവം കൂടുതലായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 3-ാം സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 3. തിരുവചനത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനാഗീതമാണ്, ആശ്വാസഗീതങ്ങളാണ്, ആരാധനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. 3-ാം സങ്കീർത്തനം വളരെ സുപരിചിതമാണ്. ഒരു വാക്യമായി ഞാൻ എടുത്തിരിക്കുന്നത് 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. 5-ാമത്തെ വാക്യം. ഞാൻ കിടന്നുറങ്ങി യഹോവയെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. തലകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, മാറ്റമില്ലാത്ത ദൈവവചനത്തിനായി സ്തോത്രം. ഏതാത്മാവിന് വചനം എഴുതപ്പെട്ടു. അതേ ആത്മാവിന് വചനം ശുശ്രൂഷിപ്പാൻ വേണ്ടിനെയും തമ്പുരാനെ കേൾക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ജനത്തെ ശക്തീകരിക്കണമേ. ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ പിതാവേ കേൾക്കണമേ. ആമേൻ. 8 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 3-ാം സങ്കീർത്തനം. ഞാൻ കിടന്നുറങ്ങി യഹോവയെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. 3-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. പ്രാർത്ഥനാ സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിൽ സൂചനയില്ലെങ്കിലും വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. 3-ാം സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങി നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇതേ പറയാനുള്ളൂ. ഞാൻ കിടന്നുറങ്ങി തമ്പുരാൻ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് പാട്ടുകാരൻ പാടിയത്, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാണ്, നടന്നതല്ല ദൈവം നമ്മെ നടത്തിയതാണ്. കിടന്നുറങ്ങി തമ്പുരാൻ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. സങ്കീർത്തനക്കാരനെ പോലെ ഇതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഞാൻ അതുകൊണ്ട് പറയും, ഓരോ പ്രഭാതവും ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്ന ഒരു അത്ഭുതങ്ങളാണ്. മറക്കരുത്. ഓരോ പ്രഭാതവും തമ്പുരാൻ ഒരുക്കി തന്ന അത്ഭുതങ്ങൾ. ഞാൻ പറയും, തമ്പുരാന്റെ അത്ഭുതം കണ്ടാണ് ഉണരുന്നത്. രാവിലെ കണ്ണു തുറക്കുന്നത് തമ്പുരാന്റെ ആദ്യത്തെ അത്ഭുതം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പിന്നീട് പാടി, യഹോവേ രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെ വർണ്ണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തമ്പുരാന്റെ ദയ വർണ്ണിക്കുന്ന സമയങ്ങളാണ് രാവിലെയെങ്കിൽ. പകൽ മുഴുവൻ തമ്പുരാന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ധ്യാനിച്ച് കിടക്കേണ്ട നിമിഷങ്ങളാണ് ഓരോ രാത്രിയും. 3-ാം സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥനയാണെങ്കിൽ 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാപ്രാർത്ഥനയാണ്. അതിനകത്തൊരു വാക്യമുണ്ട്, 8-ാമത്തെ വാക്യം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ എൻ്റെ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോൾ 3-ാം സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥന, 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാപ്രാർത്ഥന. ചുരുക്കത്തിൽ പ്രാർത്ഥിച്ചും ആരംഭിച്ചും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ദൈവ പൈതൽ അവരുടെ ജീവിതം പ്രാർത്ഥിച്ചാരംഭിക്കുക. തമ്പുരാന്റെ കരങ്ങളിൽ
നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ശാന്തമായി ഉറങ്ങുക. അതാണ് ദൈവവേദന അഭികാമ്യമായിട്ടുള്ളത്, ദൈവവേദനെ കുറിച്ച് തമ്മിൽ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 3-ാം സങ്കീർത്തനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്, രചനാ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഭംഗിയായിട്ടൊരു തലക്കെട്ടുണ്ട്. തലക്കെട്ടിൽ പറയുന്നത് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ പാട്ട്. ശ്രദ്ധിക്കണേ, തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ശാലോം മക്കളിൽ മൂന്നാമനാണ്, തൃതീയനാണ്, മൂന്നാമൻ. ആ മക്കളിൽ മൂന്നാമൻ, സൗന്ദര്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടവൻ. ആ സ്വന്തം മകന്റെ എതിർപ്പിന് മുമ്പിൽ ഒരപ്പൻ ഓടുകയാണ്. ആലോചിക്കുക, സ്വന്തം മകന്റെ മുമ്പിൽ സ്വന്തം ഭവനത്തിൽ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോകുന്ന ഒരപ്പൻ. അതന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ടാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന് മധ്യത്തിൽ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി ജീവിത പ്രതിസന്ധിയിൽ കിടന്നുകൊണ്ടൊരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 3-ാമത്തെ സങ്കീർത്തനം. സ്വന്തം മകന്റെ എതിർപ്പിന് മുമ്പിൽ ദൈവപൈതൽ പ്രാർത്ഥിച്ച ഒരു സങ്കീർത്തനം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിപ്പാനാണ് ഞാൻ ഈ സന്ധ്യയിൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈ സങ്കീർത്തനത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ അക്കമിട്ട് പറയുകയാണ്. എന്താ പ്രതിസന്ധി? 1-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവേ, വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാണ്. വൈരികൾ പെരുകിയിരിക്കുന്നു, എതിർക്കുന്നവർ അനേകരായിരിക്കുന്നു. വൈരികളും എതിർക്കുന്നവരും മാത്രമല്ല, അവരുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പെരുക്കമുണ്ടാകും. പ്രതിസന്ധികൾ ദിനംതോറും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദാവീദിന് മാത്രം പ്രശ്നമല്ല, നമ്മുടെയൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രതിസന്ധികളാണ് ജീവിതത്തിന് നേരെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശത്രു പെരുകുന്നു, വൈരികളും പെരുകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ശത്രുക്കൾ ഉണ്ടാകാൻ ഒരു കാരണവും വേണ്ട. നമ്മൾ പലപ്പോഴും വിചാരിക്കും, വെറുതെ ഒരാൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമോ? ദാവീദിന്റെ ജീവിതം നോക്കിയാൽ അതിന് മറുപടിയുണ്ട്. കർത്താവിന്റെ ജീവിതം നോക്കിയാലും വ്യക്തമായ മറുപടിയുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്നും ചെയ്യാതെ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നാന്തര കാര്യമാണ് ശത്രുത എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ ശത്രുക്കൾ നമ്മളൊന്നും ചെയ്യാതെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത്. ബോധപൂർവം ശത്രുക്കളെ സൃഷ്ടിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ക്രമാനുഗതമായി ശത്രുക്കൾ എതിർക്കുന്നവർ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ മകൻ മാത്രമല്ല, സഹോദരങ്ങളുണ്ട്, അമ്മായിപ്പനുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. ഇതെല്ലാം ക്രമാതീതമായി ക്രമാനുഗതമായി ശത്രുക്കൾ കേൾക്കാമോ? ശത്രുക്കൾ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ശത്രുക്കൾ പെരുക മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ തനിക്ക് ചുറ്റും പാളയം തീർക്കുകയാണ്. ശത്രുക്കൾ. ശത്രു തന്നെ വട്ടം ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ശത്രു പെരുക മാത്രമല്ല, ശത്രു വട്ടം പിടിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, സഹോദരങ്ങളെ, ശത്രു വട്ടം പിടിച്ചിരിക്കുമ്പോൾ ദാവീദ് പറയുന്ന കാര്യങ്ങളാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. ശത്രു വട്ടം പിടിക്കുമ്പോൾ ഈ ദൈവ പൈതൽ
ദൈവത്തെ അടങ്കം പിടിക്കുകയാണ്. ആരാണ് ഒരു ദൈവ പൈതൽ? ദൈവമക്കളെ, ശത്രു വട്ടം പിടിക്കുമ്പോൾ തമ്പുരാനെ അടങ്കം പിടിക്കുന്നവരാണ് ഒരു ദൈവ പൈതൽ. അവിടെ നിന്നുകൊണ്ട് സംഗീതക്കാരൻ നിലവിളിക്കുകയാണ്. ശ്രദ്ധിക്കണം പറയാൻ പോകുന്നത്. ഈ ശത്രു അടങ്കം പിടിക്കുമ്പോൾ ശത്രു വട്ടം പിടിക്കുമ്പോൾ ദൈവത്തെ അടങ്കം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഒരു വാക്യേ ഉള്ളൂ. 4-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച വാക്കുകൾ വളരെ വ്യക്തമാണ്. നിലവിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഏറ്റവും തീഷ്ണഭാവമാണ് നിലവിളി എന്നുള്ളത്. പ്രാർത്ഥനയുടെ ഏറ്റവും തീഷ്ണഭാവമാണ് നിലവിളി എന്ന് പറയുന്നത്. അവിടെ സംഗീതക്കാരൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. തീഷ്ണഭാവമാണ് നിലവിളി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്? നിലവിളി കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള ബോധ്യത്തിലും നിലവിളിക്കുന്നുണ്ട് പ്രയോജനമുള്ളത് കൊണ്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. നോക്കണേ, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും, പ്രശ്നങ്ങൾ ചുറ്റി നിൽക്കുമ്പോഴും, പ്രശ്നങ്ങൾ അടങ്കം പിടിക്കുമ്പോഴും, വട്ടം ചുറ്റി നിൽക്കുമ്പോഴും ദൈവത്തോട് ബന്ധം മുറുകെ പിടിച്ചു ദൈവത്തോട് ബന്ധം അറ്റുപോകുന്നില്ല. ദൈവമക്കളെ, അറ്റുപോകാത്ത ദൈവിക ബന്ധത്തിന്റെ അടയാളമാണ് പ്രാർത്ഥന. ഇവിടെ സംഗീതക്കാരൻ നിലവിളിക്കുകയാണ്. ദൈവമക്കളെ, നിലവിളിക്ക് ഭാഷയില്ല. എന്നാൽ നമ്മുടെ നിലവിളിയെ പദരൂപമാക്കി തമ്പുരാന്റെ അടുക്കൽ എത്തിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സഹോദരങ്ങളെ, നിലവിളിക്ക് വാക്കുകളില്ലെങ്കിലും നമ്മൾ നിലവിളിക്കകത്ത് അതിനെ പദരൂപമാക്കി തമ്പുരാന്റെ അടുക്കൽ എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. കേൾക്കുക, ഈ നിലവിളിക്കകത്ത് വാക്കുകളില്ലെങ്കിലും നിലവിളിക്കകത്ത് കണ്ണുനീരുണ്ട്. ആ കണ്ണുനീരിലോട്ട് വിശ്വാസത്തിന്റെ പ്രഭ ചേരുമ്പോൾ ഏത് കണ്ണുനീരും മഴവില്ലായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നീ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ നിലവിളിക്ക് കൃപയുടെ പ്രാർത്ഥന ബലമുണ്ടെങ്കിൽ അവിടേക്ക് കൃപയുടെ ജലധാര ഒഴുകിയെത്തും. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ശത്രുക്കൾ എനിക്ക് ചുറ്റും പാളയമൊരുക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. മാത്രമല്ല, നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ശത്രു വട്ടം പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവപൈതൽ സമാധാനത്തോട് ഉറങ്ങി എഴുന്നേൽക്കുന്നത്? കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? അതിന്റെ കാരണമാണ് പറയുന്നത്. മൂന്നാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും. ആ 3 വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ശത്രു പാളയം തീർക്കുമ്പോൾ, വിരോധമായി പാളയം ഇറങ്ങുമ്പോൾ സംഗീതജ്ഞൻ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും. കേൾക്കുന്ന സഹോദരങ്ങളെ, ശത്രു ചുറ്റിലുമുണ്ട്. അവർ പാളയം ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സംഗീതജ്ഞൻ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, വേദനയുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റും ദൈവമുണ്ട്. നമ്മുടെ ചുറ്റും കർത്താവുണ്ട്. പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് ചുറ്റും നമ്മോടൊത്ത് ദൈവമുണ്ട്.
നീയോ യഹോവേ എനിക്ക് ചുറ്റും. നീയോ യഹോവേ എനിക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ശത്രു പാളയം തീർക്കട്ടെ, ശത്രു തൊടാതെ വണ്ണം നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട്. ശത്രു പാളയം തീർക്കട്ടെ, എന്നാൽ നമ്മെ ശത്രു തൊടാതെ വണ്ണം ചുറ്റി പരിപാലിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത കരങ്ങളിലാണെന്നുള്ള ഉറപ്പുള്ള ദൈവവൈതൽ സമാധാനത്തിൽ കിടന്നുറങ്ങി ഉണരും. ഒരു ഉദാഹരണം ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, അതിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്, ഈ കൊച്ചുങ്ങളെ രാജാവിന്റെ ഭോജനം കഴിക്കാൻ നിർബന്ധിക്കുക. രാജാവിന്റെ ഭോജനം കഴിക്കാൻ കൊച്ചുങ്ങൾ പറഞ്ഞു, ഒരു കാരണവശാലും രാജാവെ, നീ കഴിക്കുന്ന ഭോജനം കൊണ്ട്, നിന്റെ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ അശുദ്ധമാക്കുകയില്ല. അതിൻ്റെ ഒരു കൊച്ചു വാക്യം വളരെ സത്യമാണ്. ഈ കൊച്ചുങ്ങൾക്ക് കൊട്ടാരത്തിൽ ആരുമില്ല, എല്ലാവരും എതിരാണ്. വളരെ കർശനമായിട്ട് പറഞ്ഞു, ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ തകർത്ത് കളയും. എന്നാൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, ദാനിയേൽ പുസ്തകം 17-ാം അധ്യായത്തിൽ എങ്ങനെയാ പറയുന്നത്? 1-ാമത്തെ വാക്യം, ദാനിയേൽ പുസ്തകം 1:17, ഈ നാല് ബാലന്മാർക്കോ ദൈവം. ഇവിടെ കൊണ്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടും. ഈ 4 ബാലന്മാർക്കോ ദൈവമുണ്ട്, കൊട്ടാരത്തിലവർക്ക് ആരുമില്ല. എന്നാൽ ഈ 4 ബാലന്മാരുടെ കൂടെ ദൈവമുണ്ട്. ദൈവമക്കളെ, ആരും നമ്മുടെ ചുറ്റും പാളയം തീർക്കട്ടെ, ശത്രു പെരുകട്ടെ, വൈരികൾ എതിർക്കുന്നവർ അനേകരാകട്ടെ, നീ പഠിക്കണ്ട. നിനക്ക് ചുറ്റും ശത്രു തൊടാതെ വണ്ണം നിന്നെ പാളയം തീർക്കുന്ന, നിനക്ക് ചുറ്റും നിന്നെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. നമുക്കറിയാം ഏലീശ പ്രവാചകന്റെ കാര്യം നമുക്കറിയാം. ഏലീശ പ്രവാചകനെ അരാം സൈന്യം പിടിക്കും, കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, നീ നോക്കണം മുകളിലോട്ട്. പ്രത്യേകം പറയുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. ദൈവമക്കളെ, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണെന്ന് ഉറയ്ക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമയിൽ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഒരു കാര്യം ഓർക്കുക, ശത്രു ചുറ്റിലുമുണ്ട്, പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ചുറ്റും ദൈവമുണ്ടെന്നുള്ളതും തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യവും നാം ഓർത്തിരിക്കണം. രണ്ടാമതായി ദാവീദ് പറയുന്നു, ശത്രു എനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. അത് 1000 ആണ്. എനിക്ക് ചുറ്റും 1000 എനിക്ക് വിരോധമായി ചുറ്റും പാളയമിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടത്തില്ല. ശത്രു 1000 ശത്രുക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചുറ്റും അങ്ങനെ പാളയം ഒരുക്കിയിരിക്കുക. പുറത്തോട്ട് പോകാൻ ഒക്കത്തില്ല. ഈ പാളയത്തിൽ നിന്ന് ചുറ്റും പാളയം തീർത്തിരിക്കുക. പറഞ്ഞല്ലോ, അവിടെയാണ് ഒന്നാമത്തെ ആശയം. ആര് പാളയം തീർത്താലും തമ്പുരാൻ എൻ്റെ ചുറ്റും. 2 പറയുന്നത്, ഇവർ 1000 ഞാൻ പലപ്പോഴും സ്തോത്രം കരയേറ്റാറുണ്ട്. എന്നാൽ അവിടെ പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും മാത്രമല്ല, എനിക്ക് ചുറ്റും പരിചയാണ്. എനിക്ക് ചുറ്റും പരിചയാണ്. ശത്രു പാളയം ഇറങ്ങട്ടെ, അത് 1000 ആയിക്കൊള്ളട്ടെ, ശത്രു നിന്നെ തൊടാതെ വണ്ണം നിനക്ക് ചുറ്റും പരിച തീർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർക്കുക. ശത്രുവിനെ ചെറുതായി ദാവീദ് കാണുന്നില്ല. എന്നാൽ നമ്മുടെ ശത്രുവിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. അവൻ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നവനാണ്. ശത്രുവുണ്ട്, ഒരു പാളയമുണ്ട്, അവൻ പെരുകിയിരിക്കുകയാണ്. എന്നാൽ തമ്പുരാന്റെ കയ്യിൽ ഒരു പരിധിയുണ്ട്. ശത്രു തൊടാതെ വണ്ണം പരിചയ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണത് 91-ാം സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നത്. കർത്താവിന്റെ പരിചയക്കുള്ളിൽ
കർത്താവിന്റെ പരിചയക്കുള്ളിൽ ദൈവത്തിലെ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. കർത്താവിന്റെ പരിചയക്കുള്ളിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. മറക്കല്ലേ. അവൻ നമ്മുടെ ചുറ്റുമുണ്ട്, അവരുടെ പരിചയമുണ്ട്. ആ പരിചയക്കുള്ളിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. തീർന്നില്ല. ഇവിടെ സംഗീതക്കാരൻ പറയുന്ന രണ്ടാമത്തെ വാക്യം, അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല, ദൈവം പോലും കൈവിട്ടു. ഇനി ഒരു രക്ഷയുമില്ല, ഒരു സാധ്യതയുമില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ദൈവം പോലും കൈവിട്ടിരിക്കുന്നു. പലപ്പോഴും തോന്നാറില്ലയോ ഇനി ഒരു സാധ്യതയില്ലെന്ന്? എല്ലാം അവസാനിച്ചു എന്ന്. ഡെഡ് എൻഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന എത്രയോ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നറിയാവും. ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും. ഇനി ഒരു രക്ഷയുമില്ല. ഡോക്ടേഴ്സ് പറയും, ഇനി ചില ഡോക്ടേഴ്സ് പറയും ദൈവത്തിൽ നിന്ന് വല്ല രക്ഷയുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ സംഗീതജ്ഞർ പറയുന്നു ദൈവത്തിൽ നിന്ന് രക്ഷയില്ല, മനുഷ്യന് രക്ഷയില്ല, ദൈവത്തിന് രക്ഷയില്ലെന്നാണ് ഈ നാട്ടുകാരും ഈ ശത്രുക്കളും ഒക്കെ പറയുന്നത്. കഴിഞ്ഞൊരു വർഷക്കാലം, കഴിഞ്ഞ ജനുവരി മുതൽ ഒക്ടോബർ മാസം വരെ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടും ക്ഷീണവും ഒക്കെ എനിക്കുണ്ട്. ഏറെ ദിവസങ്ങൾ, 73 ദിവസം ബിരുവസ് ഹോസ്പിറ്റലിൽ കിടന്നവനാണ് ഞാൻ. ഒരു മാസം മാത്രം കിടക്കണം, വെള്ളം മാത്രം ക്ലിയർ ലിക്വിഡ് കഴിച്ചേർന്നൊരു മനുഷ്യനാണ് ഞാൻ. ഒരു സാധ്യതയില്ല, ശുശ്രൂഷകളൊക്കെ തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ പോലും ചിന്തിച്ചു, അനേകര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവവൈദ്യരെ നമ്മുടെ മുമ്പിൽ വഴികൾ അടയുമ്പോൾ വഴികൾ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതാണല്ലോ പ്രിയപ്പെട്ട സുനുവിന്റെ സാക്ഷ്യം, അനേക ദൈവമക്കളുടെ സാക്ഷ്യം, എന്റെയും സാക്ഷ്യം. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഒരു വ്രണമുണ്ടായി, കാര്യമാക്കിയില്ല, അത് വലിയ പ്രശ്നങ്ങളായി. സർജറി കഴിഞ്ഞു, 3 സർജറിക്ക് വിധേയനായി. കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് അത്ഭുതകരമായ സൗഖ്യം അനുഭവിക്കുന്ന ഒരു ദൈവവൈദ്യനാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പോലും ശത്രു നിന്ദിക്കുമ്പോൾ ഇതൊരു നിന്ദയാണ്. ദൈവവൈദ്യൻ നിന്നെ നിന്ദിക്കുന്നിടത്ത് നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട് നമുക്ക്. ലോകം നമ്മെ നിന്ദിച്ചെന്നിരിക്കും, ശത്രു നിന്ദിച്ചെന്നിരിക്കും, ഒരു സാധ്യത എന്ന് പറഞ്ഞ് വഴികൾ അടഞ്ഞെന്ന് പറഞ്ഞെന്നിരിക്കും, മുഖത്ത് നോക്കിക്കൊണ്ട്. ശത്രു നിന്ദിക്കുന്നിടത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താ പറയാൻ കാര്യമെന്നറിയാവോ? പറയാൻ കാര്യം, ശത്രുവിൽ അവൻ ദൈവത്തിന് രക്ഷയില്ല എന്ന് ശത്രു പറയുമ്പോൾ, 7ാമത്തെ വാക്യം, എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ച് അവരുടെ പല്ലിനെ തകർത്ത് കളഞ്ഞു. ദൈവവൈദ്യരെ, ശത്രു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ശത്രുവിനെ തോൽപ്പിച്ച് ശത്രുക്കളുടെ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കാൽവറി ക്രൂസിൽ നാം കണ്ട മഹാസ്നേഹം എന്ന് പറയുന്നു. മറക്കല്ല, കാൽവറി ക്രൂസിൽ കണ്ട മഹാസ്നേഹം, കാൽവറി ക്രൂസിൽ കണ്ട മഹാസ്നേഹം. ശത്രുവിനെ തകർത്തിട്ട്, അവന്റെ പല്ല് തകർത്തിട്ട്, നാം ആയിരിക്കുന്ന ദുർഘടസന്ധിയിൽ നിന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ശത്രു പെരുകിക്കൊണ്ടിരിക്കുക, കൂട്ടത്തിൽ മകനുണ്ട്, സ്വന്തം സ്നേഹിതൻ അഹിതഫൽ, തലേദിവസം വരെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവൻ, പ്രാണസ്നേഹിതൻ, മുതുകാൽ ഉയർത്തി നിൽക്കുക. എന്തിനു പറയുന്നു? സ്വന്തം കുലത്തിൽപ്പെട്ട ശിമയി മണ്ണ് വാരിയിട്ട് ശപിക്കുകയാണ്. ഇതൊക്കെ പശ്ചാത്തലത്തിലാണ് പാടുന്നത്. തമ്പുരാനെ, ശത്രു
ഓരോ ദിവസവും വർദ്ധിക്കുന്നു. എതിരാളികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന്റെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ശാന്തമായി ജീവിക്കുന്നവനാ ദൈവ പൈതൽ. പ്രശ്നമില്ലാത്തവനല്ല. അവിടെയാ പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ കിടന്നുറങ്ങുമെന്ന്. പ്രശ്നങ്ങളുടെ മുഖത്ത് ഞാൻ കിടന്നുറങ്ങുമെന്ന്. അതല്ലയോ ദൈവ പൈതലെ, നമ്മൾ ഇളകുന്ന പടകിൽ, ഇളക്കി മറിക്കുന്ന കടലിൽ തമ്പുരാൻ ശാന്തമായി ഉറങ്ങിയത്. അതല്ലേ നാം കണ്ടത്? പടയാളികളുടെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഉറങ്ങിയത്. ദൈവത്തിലെ അതിന്റെ പേരാണ് പ്രതിസന്ധിക്കകത്ത് ശാന്തമായി ഉറങ്ങുവാൻ തമ്പുരാൻ തരുന്നതിന്റെ പേരാ കൃപ. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച വാക്ക് നിലവിളി എന്നാണ്. മറക്കരുത്, നിലവിളിക്കുകയാണ്. നിലവിളിക്ക് ഭാഷയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാം നിലവിളിക്കുമ്പോൾ നിലവിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിലവിളിക്കുമ്പോൾ അവൻ നിലവിട്ട് നമ്മുടെ ചാരെ വരുന്ന കഥവ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഹാഗാർ നിലവിളിച്ചെന്ന്. ഹാഗാർ കരയുകയാണ് ചെയ്തത്. പലപ്പോഴും എന്റെ നിലവിളിയും കരച്ചിലും നമ്മുടെ വ്യത്യാസം. നമ്മൾ സാധാരണ കരയാറുണ്ട്, നിലവിളിക്കാറുണ്ട്. എന്താ ഈ കരച്ചിൽ നിലവിളി വ്യത്യാസം? കരച്ചിൽ നിലവിളി വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കരച്ചില് BA ഡിഗ്രി ആണെങ്കിൽ നിലവിളി MA ഡിഗ്രിയാണ്. അപ്പം ഡിഗ്രി കൂടിയ കരച്ചില് പേരാണ് നിലവിളി എന്ന് പറയുന്നത്. അതിൽ പതിരൂപമില്ല. എന്നാൽ ആ നിലവിളി കേൾക്കുന്നൊരു തമ്പുരാനുണ്ട്. മനസ്സിലായോ? ഞാൻ നിലവിളിക്കുന്നു, ഉച്ചത്തിൽ നിലവിളിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിലവിളിച്ചപ്പോൾ ഈ മനുഷ്യൻ കണ്ടു ശത്രു ചുറ്റുമുണ്ട്. എന്നാൽ ശത്രു തൊടാതെ വണ്ണം ചുറ്റും നിന്ന് പരിപാലിക്കുന്ന വലിയവനായ ദൈവത്തെ കണ്ടു. മറക്കലിയാ പറയുന്നത്. 2, ശത്രു തൊടാതെ വണ്ണം പരിചുകൊണ്ട് സംരക്ഷിക്കുന്ന ദൈവത്തെ കണ്ടു. ശത്രുവിന്റെ ആയുധമുണ്ടെങ്കിലും അവന്റെ ആയുധം ഫലിക്കാതെ അവന്റെ ആയുധത്തെ തടയുന്ന പരിച തമ്പുരാന്റെ കയ്യിൽ ഉണ്ട്. കേൾക്കുന്ന ദൈവമക്കളെ, ഇനി ഒരു സാധ്യതയുമില്ലെന്ന് ലോകം പറയും. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം പറയുന്നിടത്ത് സാധ്യത തുറക്കുന്ന ദൈവമുണ്ട്. സാധ്യതയില്ലെന്ന് പറയുന്നവനെ തകർത്തിട്ട്, രക്ഷയെന്ന് പറയുന്നവനെ അവന്റെ പല്ലടിച്ച് തകർത്തിട്ട്, ശത്രുക്കളുടെ മേൽ ജയമൊരുക്കി സാധ്യത ഒരുക്കുന്ന ദൈവം ജീവിക്കുന്നു. നാം കണ്ടല്ലോ ചെങ്കടലിന്റെ മുമ്പിൽ. ഞാൻ വിവരിക്കുന്നില്ല, നാം കണ്ടല്ലോ ദൈവമക്കളെ. അത് ദൈവമക്കളുടെ അനേക ജീവിതത്തിൽ കാണുന്നതും കണ്ടതുമാണ്. അവസാനമായി 8-ാം വാക്യത്തിൽ കൊച്ചുവാക്യമുണ്ട്. രക്ഷ അത് യഹോവയ്ക്കുള്ളതാണ്. രക്ഷ യഹോവയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ, രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. ഇതാണ്, ഈ ഉറപ്പാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഈ ഉറപ്പും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഇനി ചേർത്ത് ഞാൻ പറയട്ടെ, സങ്കീർത്തനക്കാരൻ നിലവിളിച്ചു. ഒരു വിശ്വാസം എന്താ? നിലവിളിച്ചാൽ രക്ഷ എനിക്ക് ഉറപ്പാണ്, പ്രാർത്ഥിച്ചാൽ രക്ഷ ഉറപ്പാണ്. അപ്പൊ ഞാൻ പറയും, നിലവിളിയും വിശ്വാസവും എവിടെ ഒരുമിച്ച് ചേരുന്നുവോ, എവിടെ പ്രാർത്ഥനയും വിശ്വാസവും ഒരുമിച്ച് ചേരുന്നു, അവിടെ അത്ഭുതമാണെന്നേ. നിലവിളി വെറും വിളിയായിട്ട് മാറും. വിശ്വാസത്തിന് മേമ്പൊടി ഇല്ലെങ്കിൽ നിലവിളിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ വിശ്വാസവും നിലവിളിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിലവിളിയെ മഴവില്ലാക്കി തമ്പുരാൻ മാറ്റും. എന്താ വിശ്വാസം? വിശ്വാസമാണ് പറയുന്നത് രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്, അത് യഹോവയ്ക്കുള്ളതാണ്. ആ അടിസ്ഥാനത്തിലാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. കേൾക്കുന്ന സഹോദരങ്ങളെ, നിലവിളിച്ചവൻ പ്രത്യാശയിലൂടെ നിറയുകയാണ്. ദൈവമക്കളെ,
നമ്മുടെ നിലവിളിയിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ പ്രത്യാശ എത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, എങ്കിലും യഹോവേ നീയോ എനിക്ക് ചുറ്റുമുണ്ട്. മറക്കല്ലേ, എല്ലാ അനുഭവത്തിലും എല്ലാവരും കൂടെ നിൽക്കണമെന്നില്ല. പ്രിയപ്പെട്ട സുനി പറഞ്ഞു, ഐസുവിൽ സുനി കിടക്കുക, കൊച്ചുമോള് പുറത്താ ആവശ്യമുണ്ടല്ലേ കയറത്തുള്ളൂ. എപ്പോഴും ഒന്നും ഐസുവിനകത്ത് കയറ്റിയിരുത്തത്തില്ല. എത്രയോ വർഷം ഞാനിതുപോലെ ഐസുവിനകത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാം എന്റെ കിടക്കയ്ക്ക് ചുറ്റും എന്റെ തമ്പുരാനുണ്ട്. നമ്മുടെ ചുറ്റും അവൻ നമ്മളെ അനാഥനാക്കുന്ന ദൈവമല്ല. നമ്മുടെ ചുറ്റും തമ്പുരാനുണ്ടെന്നുള്ള ഉറപ്പ് വേണം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ. ശത്രുവിനിൽ ആയുധമുണ്ട്, ഓർത്തോണം. എന്നാൽ ശത്രു തൊടാതെ വണ്ണം അവൻ നമ്മുടെ കർത്താവിന്റെ കയ്യിൽ ഒരു പരിചയമുണ്ടെന്നേ, ആ ഉറപ്പ് വേണം. ഇനിയും എല്ലാ സാധ്യതകളും അസ്തമിക്കുന്നു എന്ന് ലോകം പറയുമ്പോൾ ഓർത്തോണം, ശത്രുവിന്റെ പല്ലടിച്ചു തകർത്ത് ശത്രുവിന്റെ ജയന് കാൽവറികൾ ജയനെന്ന കർത്താവാണ് നമ്മുടെ സഖി, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കൂടെയുണ്ട്. മാത്രമല്ല സംഗീതങ്ങൾ പറയുന്നു, രക്ഷ എന്നുള്ളത് യഹോവയ്ക്കുള്ളതാണ്, തമ്പുരാന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ടും അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കത്തെ കൊണ്ടും അവന്റെ ചെവി മന്ദമായിട്ടില്ല. കേൾക്കുന്ന സഹോദരങ്ങളെ, നല്ലൊരു ശാരീരിക ക്ഷീണം എനിക്കുണ്ടായിരുന്നു. ശബ്ദമെടുക്കാനൊക്കെ കണ്ടിന്യൂസ് പ്രസംഗമായിരുന്നു. 21 മുതൽ ഇന്നലെ വരെയും ദൈവജന ശുശ്രൂഷയിലായിരുന്നു. ഇത് അസ്വസ്ഥതയുണ്ട്, ക്ഷീണമുണ്ട്. എങ്കിൽ അവരെ എത്രത്തോളം സഹായിച്ചു, അനുഗ്രഹിച്ചു എന്ന് വെച്ചെടുക്കട്ടെ. മനോഹര സംഗീതം, ഒരു കൊച്ചു പ്രാർത്ഥനാ സംഗീതം, ഒരു പ്രഭാത പ്രാർത്ഥന. രാവിലെ വൈകിട്ടും തമ്പുരാൻ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു പ്രഭാത പ്രാർത്ഥന. പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തകർത്ത് പാടിയപ്പോഴും ദൈവത്തെ ബന്ധം മുറുകെ പിടിക്കാതെ ദൈവ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നു. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല. ഈ 3-ാം സങ്കീർത്തനം നിലവിളിച്ച സങ്കീർത്തനക്കാരൻ, നിങ്ങൾ നോക്കിക്കോണം. 62-ാം സങ്കീർത്തനം വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ നിലവിളിക്ക് നിർത്തി. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ മൗനമായിരിക്കുന്നു. കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജ് രാവിലെ അയക്കുന്ന ഒരു പട്ടക്കാരനാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ദേവദാസൻ ഡോക്ടർ PG വർഗീസ് ഒരിക്കലും ഈ മെസ്സേജ് എല്ലാ ദിവസവും മെസ്സേജ് അദ്ദേഹം വായിക്കും. അദ്ദേഹം വായിച്ചിട്ട് വായിച്ച ഈ മെസ്സേജ് അനേകർക്ക് ആശ്വാസമാണ്. അച്ഛൻ നമ്പറൂടെ ചേർക്കണം. ഞാൻ മൊബൈൽ നമ്പർ ചേർത്തു. അനേകർ ഈ മൊബൈൽ നമ്പർ കേട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. അടുത്ത കാലത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി, കർത്താവിന്റെ ഒരു മത്സര സഹോദരി എന്നെ വിളിച്ച് അവർ നൊമ്പരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു നിർത്തുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, സഹോദരി ഒന്ന് നിർത്തിക്കേ. സഹോദരി നിർത്തി. ഞാൻ നിർത്താൻ പറയാൻ കാരണം, ഇത്രയും സഹോദരി പറഞ്ഞു, എനിക്കിനിയോ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിലവിളി നിർത്തിയിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് മൗനമായിട്ടിരുന്നേ. മൗനം പ്രാർത്ഥന മറ്റൊരു ഭാവമാണ്. നോക്കണേ, 3-ൽ നിലവിളിച്ചവൻ 62 വന്നപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുകയല്ല, മൗനമായിരിക്കുന്നു. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം. ഏത് പ്രാർത്ഥന മറ്റൊരു ഭാവമാണ് മൗനത എന്ന് പറയുന്നത്. തമ്പുരാനോട് പറയുന്നത് മാത്രമല്ല, തമ്പുരാൻ പറയുന്നത് കേൾക്കുന്നതും പ്രാർത്ഥനയാണെന്ന് മറക്കരുത്. നീ പോട്ട് മറ്റു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിലെ വാക്യം ഞാൻ സങ്കീർത്തന നമ്പർ പറയുന്നില്ല, വാക്യത സ്വർഗത്തിൽ വസിക്കുന്നതിനായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഈ പ്രാർത്ഥനയൊക്കെ. ഇവിടെ പറയുന്നു, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ഇവിടെ നിലവിളിക്കുന്നില്ല, മൗനമായിരിക്കുന്നില്ല, മറിച്ച് കണ്ണുകൾ ഉയർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിലവിളിക്കണം. നിലവിളിച്ചാൽ നിലവിട്ടിറങ്ങി വരുന്ന ദൈവമുണ്ടവൻ, ദൈവമാണവൻ. നിലവിളിക്കണം, മൗനമായിരിക്കണം. ഇവിടെ പറയുന്നു, നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും. ഞാൻ സ്ഥിരം ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു വൈദികനാണ്. ചിലപ്പോൾ തന്നെ അവർ ആദ്യം എൻ്റെ കാല് നോക്കും, പാദം നോക്കും.
നീരുണ്ടോ എന്ന് നോക്കുന്നതാണ്. വാ പൊളിക്കാൻ പറയും, വാ നോക്കും. അത് കഴിഞ്ഞിട്ട് ടോർച്ച് കൊണ്ടൊരു കണ്ണിലോട്ടടിക്കും. ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് പ്രശ്നം യൂറിനറി ഇൻഫെക്ഷൻ ആണല്ലോ, എന്തിനാ ഡോക്ടറെ കണ്ണടിച്ച് നോക്കുന്നു, കണ്ണിൽ ടോർച്ച് അടിക്കുന്നത്? ഉടനെ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ്റെ കണ്ണിലോട്ട് ഞങ്ങൾ അടിച്ചു നോക്കിയാൽ കണ്ണിലൂടെ ഞങ്ങൾക്ക് പല പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ലൈറ്റ് അടിച്ച് കണ്ണിലൂടെ പ്രശ്നം മനസ്സിലാക്കുന്നെങ്കിൽ ദൈവവേദനെ നിന്റെ കണ്ണിന്റെ ഭാവം കണ്ട് നിന്റെ ഹൃദയത്തിന്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണിലൂടെ ഹൃദയത്തിന്റെ വേദന കാണുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് കാണുന്ന ദൈവമുണ്ട്. നിലവിളിക്കണം, അവന്റെ ശബ്ദം കേൾക്കാൻ മൗനമായിരിക്കണം. ഒന്നും ചെയ്യണ്ടാന്നേ. ശത്രുവൊക്കെ ചുറ്റും നിൽക്കുമ്പോൾ, എതിർക്കുന്ന അനേകരായി നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ വാക്കുകൾ പറയാൻ ഒക്കത്തില്ലേ? നീ ഒന്നും ചെയ്യണ്ടാന്നേ. ആ കണ്ണ് തമ്പുരാന്റെ കണ്ണിലോട്ട് നോക്കിയാൽ മതി. ഞാൻ പറയും, തമ്പുരാന്റെ കണ്ണിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലൂടെ ഹൃദയത്തിന്റെ വേദന അടുത്തിട്ട് കാണുന്ന തമ്പുരാന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ഞാൻ നിലവിളിക്കും. ശത്രു വരികയാണ്, ശത്രു വർദ്ധിക്കുകയാണ്, പേടിക്കണ്ടെന്നേ. അവൻ ചുറ്റുമുണ്ടെന്ന്. ശത്രു പെരുകിക്കൊണ്ടിരുന്നാൽ തമ്പുരാൻ ചുറ്റുമുണ്ടെങ്കിൽ നിന്നെ തൊടുവോ? ശത്രുവിന്റെ ആയുധമുണ്ടെന്നേ. അവന്റെ ആയുധത്തെ തടുക്കാൻ തമ്പുരാന്റെ കയ്യിൽ പരിചയമുണ്ട്. ഈ ഒരു സാധ്യത ലോകം പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സാധ്യത പറയുന്നിടത്ത് ആ അസാധ്യമായത് തകർത്തിട്ട് അവിടെ സാധ്യത ഒരുക്കുന്ന ദൈവമുണ്ടെന്ന്. കാരണം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് തമ്പുരാൻ രക്ഷകനാണ്, അവൻ രക്ഷകനാണ്, അവനെ രക്ഷയുണ്ട്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എൻ്റെ കണ്ണുനിന്നെ അവൻ മഴവില്ലാക്കി മാറ്റും. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. മധ്യഭാഗത്തിൽ ക്ഷീണിച്ചു പോയി എങ്കിലും തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവാത്മാവെ അതിശക്തമായിട്ട് എന്നോട് സംസാരിച്ചു. വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കലോ പ്രിയപ്പെട്ട സജിക്ക് ഹൃദയംഗമായ ജന്മദിനാശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഒരുപോലെ ശക്തിയിൽ ചെയ്തിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.